ഹായ്, നമസ്കാരം. ഞാൻ അതുല്യ. ദാമ്പത്യ ജീവിതത്തിൽ വിജയിക്കാനുള്ള മൂന്നാമത്തെ ടിപ്പ് പൊസസീവ്നെസ്. ഈ പൊസസീവ്നെസ് എന്ന് പറയുന്ന സംഭവത്തിന് ലൈഫിൽ എപ്പോഴും നമ്മൾ ലിമിറ്റ് കൊടുക്കണം. പാർട്ട്നേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പൊസസീവ് ആയിരിക്കാം, ഇല്ലേ? എന്റെ ഭാര്യ, എന്റെ ഭർത്താവ് എന്നുള്ള പൊസസീവ്നെസ് ഉണ്ടാവും. പക്ഷെ നമ്മൾ എപ്പോഴും ചിന്തിക്കുക, രണ്ട് വ്യക്തികൾ രണ്ട് വ്യക്തിത്വത്തിനുടമകളാണ്, അല്ലെ? ഇവർക്കൊരു ഫാമിലി ഉണ്ട്, ഇവർക്കൊരു ഫ്രണ്ട് സർക്കിൾ ഉണ്ട്. അപ്പം പിന്നെ നമ്മുടെ ലൈഫിലോട്ട് വരുമ്പോൾ നമ്മുടേത് മാത്രമാണെന്ന് നമ്മൾ പറയുമ്പോൾ ഇവർക്ക് നഷ്ടമാകുന്നത് ഒരു നല്ല ഒരു ബന്ധങ്ങളായിരിക്കും, അല്ലെ? ഒരു കൂട്ടം നല്ല ഫ്രണ്ട്സിനെ ആയിരിക്കും. ചില കേസുകളിൽ, ചില കൌൺസിലിംഗ് സെഷനിലെ അനുഭവങ്ങളാണ്. ചില ഭർത്താക്കന്മാർ പറയാറുണ്ട്, എന്റെ ഭാര്യയുടെ പൊസസീവ്നെസ് കാരണം എന്റെ നല്ല സൗഹൃദങ്ങൾ, പെൺ സൗഹൃദങ്ങളൊക്കെ നഷ്ടമായി. തിരിച്ചും ഭാര്യയും പറയാറുണ്ട്. സോ ഇങ്ങനെയുള്ള പൊസസീവ്നെസ്സിന് നമ്മുടെ ലൈഫിൽ സ്ഥാനം കൊടുക്കാതിരിക്കുക. നമ്മൾ ഭാര്യയും ഭർത്താവും പരസ്പരം എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ജീവിക്കുന്ന ആൾക്കാരാണ്. പിന്നെ എന്തിനാണ് ഈ പൊസസീവ്നെസ്? പൊസസീവ്നെസ് സ്പോയിൽ ചെയ്യും. അടുത്ത ടിപ്പുമായി